നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായ ബിനീഷ് കൊടിയേരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 2.5 മണിക്കൂറിന് ശേഷം ഇ.ഡി. ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി തിരികെ ഇ.ഡി. ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ 2.5 മണിക്കൂർ നേരമാണ് ബിനീഷ് കൊടിയേരിയെ നിരീക്ഷണത്തിന് വിധേയമാക്കിയത്. ഡോക്ടർമാർ പറയുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥർ ബിനീഷ് കൊടിയേരിയുമായി തിരികെ ഇ.ഡി. ഓഫീസിലേക്ക് തന്നെ പാഞ്ഞു. ബിനീഷിന് ദീർഘനേരം ഇരുന്നത് കൊണ്ടുള്ള ദേഹാസ്വാസ്ഥ്യം മാത്രമേ ഉള്ളൂ, മറ്റ് ശാരീരിക അവശതകളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആശുപത്രിയിലായിരുന്ന ബിനീഷ് കൊടിയേരിയെ കാണാൻ സഹോദരനും അഭിഭാഷകരും ശ്രമിച്ചുവെങ്കിലും ഇ.ഡി. ഉദ്യോഗസ്ഥർ അംഗീകരിച്ചില്ല. അവരതിന് അനുവാദം നൽകിയില്ല. മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് മറ്റൊരാശുപത്രിയിലേക്ക് തൽക്കാലം മാറ്റേണ്ടതില്ല എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ ബിനീഷ് കൊടിയേരിയെ തങ്ങൾക്ക് കാണണം എന്ന കാര്യത്തിൽ ബിനോയ് കൊടിയേരിയും മറ്റ് അഭിഭാഷകരും വാശി പിടിച്ചിരുന്നു. തുടർച്ചയായി 4ാം ദിവസമായിരുന്നു ഇന്ന് ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യാനായി ഇ.ഡി. ഓഫീസിൽ രാവിലെ എത്തിച്ചത്. ഇ.ഡി. ഓഫീസിലേക്ക് എത്തിച്ചപ്പോൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിരുന്ന ആ ഇ.ഡി. ഉദ്യോഗസ്ഥനോട് ബിനീഷ് കൊടിയേരി മാധ്യമങ്ങളുടെ കൺമുൻപിൽ വെച്ച് കയർത്തിരുന്നു. ഇത്തരത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരോട് ബിനീഷ് കൊടിയേരി കയർത്ത് സംസാരിച്ചത് ഇന്ന് രാവിലെ വലിയ വിവാദവുമായിരുന്നു. ഇതോടെ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് ബിനീഷ് കൊടിയേരിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടാകുമോ എന്ന ഭയവും ബിനോയ് കൊടിയേരിക്കും അഭിഭാഷകർക്കും പുറത്തുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ അസ്വസ്ഥനായി കാണപ്പെട്ടിരുന്നു ബിനീഷ് കൊടിയേരി. പിന്നീട് കടുത്ത നടുവേദന അനുഭവപ്പെടുന്നതായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം വിക്ടോറിയ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ബിനോയ് കൊടിയേരിയും അഭിഭാഷകരും ആശുപത്രിയിലേക്കെത്തി. പക്ഷേ ബിനീഷ് കൊടിയേരിയെ കാണാൻ അനുവാദം നൽകിയില്ല. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചത് ബിനീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളായിരുന്നു. ബി ക്യാപിറ്റൽ ഫോറക്സ്, ബി ക്യാപിറ്റൽ സർവീസസ് എന്നീ കമ്പനികളെ സംബന്ധിച്ചുള്ള അന്വേഷണമായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരേണ്ടിയിരുന്നത്. ബിനീഷ് കൊടിയേരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ബിനീഷിൻ്റെ സഹോദരനും അഭിഭാഷകരും പറയുന്നത് ബിനീഷിനെ ഇ.ഡി. ഉദ്യോഗസ്ഥർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ്. ബിനീഷിന് മർദ്ദനമേറ്റു എന്ന നിലയ്ക്ക് തന്നെയാണ് ബിനീഷിൻ്റെ സഹോദരനും അഭിഭാഷകരും ഒക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ബിനീഷ് കൊടിയേരിയുടെ ഷർട്ടിൽ കടന്നുപിടിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരോട് കയർത്തതും പിന്നീട് ബിനീഷ് കൊടിയേരിയുടെ ഭാവത്തിൽ വന്ന മാറ്റവുമൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി 1 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ്. ഇതിനിടെ ഇ.ഡി. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് നാളെ ഉച്ചയോടെ ചോദ്യം ചെയ്യൽ അവസാനിക്കുമെന്നും തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ബിനീഷ് കൊടിയേരിയിൽ നിന്ന് കിട്ടിയെന്നുമാണ്. നാളെ ഉച്ച കഴിയുന്നതോടെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇ.ഡി. പറയുന്നു. അങ്ങനെയെങ്കിൽ ബിനീഷ് കൊടിയേരിയിൽ നിന്ന് വീണ് കിട്ടേണ്ടതൊക്കെ ഇ.ഡിക്ക് വീണ് കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ബിനീഷ് കൊടിയേരിക്ക് ദേഹോപദ്രവമേറ്റു എന്ന ശക്തമായ ആരോപണമാണ് ഇപ്പോൾ അഭിഭാഷകർ മുൻപോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും മർദ്ദനമേറ്റിട്ടുണ്ടോ ബിനീഷ് കൊടിയേരിക്ക്? കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥർ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യൽ തുടങ്ങിയതെങ്കിലും ഈ ചോദ്യം ചെയ്യൽ പിന്നീട് മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും കടന്നിരുന്നു. ഇതിനിടയിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥരും ഇ.ഡി. ഓഫീസിലെത്തി ബിനീഷ് കൊടിയേരിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് വീണ് കിട്ടിയ തെളിവുകൾ അത്രയും പരിശോധിക്കുകയുണ്ടായി. മയക്കുമരുന്ന് കേസിൽ ബിനീഷിനെതിരെ NCBയും കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച ബംഗളൂരു എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്തി ബിനീഷിന്റെ മൊഴിയുടെ പകർപ്പുകളൊക്കെ അവർ കൈപ്പറ്റിയിരുന്നു. ഇതുകൂടാതെ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അപേക്ഷ സമർപ്പിക്കാനും അവർ പദ്ധതിയിടുന്നു. അങ്ങനെയെങ്കിൽ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കൊടിയേരിയെ കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് NCBയും തങ്ങളുടെ കസ്റ്റഡിയിലേക്ക് ബിനീഷ് കൊടിയേരിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടും. ആദ്യഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിനോട് ബിനീഷ് കൊടിയേരി സഹകരിക്കുന്നില്ല എന്ന ആരോപണം പുറത്തു വന്നിരുന്നു. പണമിടപാടിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വെളിപ്പെടുത്താൻ ബിനീഷ് തയ്യാറാവുന്നില്ല എന്നായിരുന്നു പുറത്തു വന്ന വിവരം. പല ചോദ്യങ്ങൾക്കും നേരിട്ട് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്ന് 2ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ 8 മണിയോടെയാണ് അവസാനിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന ബിനീഷ് കൊടിയേരിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ദിവസങ്ങളിലൊന്നും സ്വസ്ഥതയോടെ ബിനീഷ് കൊടിയേരി ഉറങ്ങിയിട്ടില്ല എന്നാണ് ബംഗളൂരു റിപ്പോർട്ടുകൾ. വിൽസൺ ഗാർഡൻസ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു ചേരിക്കടുത്താണ്.
വളരെ വലിയ സ്ക്രാപ്പ് യാർഡാണ് ഈ പോലീസ് സ്റ്റേഷന് അനുബന്ധമായിട്ടുള്ളത്. പൊതുവെ സുഖകരമായ ഒരു അന്തരീക്ഷം ആ പോലീസ് സ്റ്റേഷൻ പരിസരത്തൊന്നുമില്ല. കൊതുക് കടിയൊക്കെ കൊണ്ട് തറയിൽ സെല്ലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ബിനീഷ് കൊടിയേരിയെ പോലൊരാൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഓരോ ദിവസത്തെ ശക്തമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ വന്ന് അന്തി ഉറങ്ങേണ്ട ഗതികേട്. പിറ്റേ ദിവസത്തെ ചോദ്യം ചെയ്യൽ കൂടി അഭിമുഖീകരിക്കണം എന്നോർക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ കഴിയും? അതുകൊണ്ട് തന്നെയാണ് കടുത്ത ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇപ്പോൾ ബിനീഷ് കൊടിയേരിയിൽ ഉണ്ടായിരിക്കുന്നതും. ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ചില വ്യവസായികളെ ചോദ്യം ചെയ്യാനും ചിലരെ കസ്റ്റഡിയിലെടുക്കാനും പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ബിനീഷ് കൊടിയേരിയെ വല്ലാണ്ട് അലട്ടുന്നുണ്ടാവാം. കേരളത്തിൽ വലിയ സ്വാധീനവും പത്രാസുമൊക്കെയുള്ള CPM നേതാവിൻ്റെ മകന് ബംഗളൂരു പോലൊരു സ്ഥലത്തെത്തി ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരികയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തറയിൽ അന്തി ഉറങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ അത് ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയാണ്. ചോദ്യം ചെയ്യൽ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ബിനീഷ് കൊടിയേരിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകുന്നില്ല. പോലീസ് സ്റ്റേഷനിലും ഇതാണ് അവസ്ഥ. കേന്ദ്ര ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിൽ ഇരിക്കുന്നു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടി ഈ ഒരു കേസിന് വന്നിരിക്കുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് കേരളത്തിലെ CPM നേതാവിൻ്റെ മകനെ പാർപ്പിച്ചിരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ കൂടുതൽ കുരുക്കിൽ ബിനീഷ് കൊടിയേരി അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. NCB കൂടി കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ ബിനീഷ് കൊടിയേരിയുടെ ജീവിതം തന്നെ ദുരിതത്തിലാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണം ബിനാമി ഭൂസ്വത്തുകളിലേക്കും മറ്റ് ബിസിനസ് ഇടപാടുകളിലേക്കും കടക്കുന്നതോടെ കൂടുതൽ കുരുക്കിലേക്കാവും ബിനീഷിന്റെ ഇനിയുള്ള കാലം. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും പുതിയ ട്വിസ്റ്റുകളും. നാളത്തെ ചോദ്യം ചെയ്യൽ കൂടി ഏതെങ്കിലും വിധത്തിൽ അതിജീവിക്കണം. അതുതന്നെയാണ് ഇപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ മുന്നിലുള്ള ഏറ്റവും അടുത്ത പ്രശ്നം. അതിനുശേഷം NCBയുടെ ചോദ്യം ചെയ്യലുണ്ടായാൽ അത് ഇതിനേക്കാൾ സങ്കീർണമായിരിക്കും. NCBയുടെ ചോദ്യം ചെയ്യൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് വളരെ കഠിനമാണ് എന്നാണ്. മയക്കുമരുന്ന് കേസാണ് സംഭവം. അതുകൊണ്ട് തന്നെ NCBയുടെ ചോദ്യം ചെയ്യൽ മുറകൾ കൂടി അതിജീവിക്കുവാൻ ബിനീഷിന് എങ്ങനെ കഴിയും? കേരളം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.